പരപ്പനങ്ങാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം നമുക്ക് ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഈ വ്യാപനം തടയാനായിട്ട് സമൂഹം യഥാർത്ഥത്തിൽ രംഗത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. അത് ഇറങ്ങുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് ചെയ്യാൻ വേണം. മുമ്പ് അതായത് ഈ എന്തെങ്കിലും അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള രീതി ആരോപിച്ച് പല ആളുകളെ പിടിച്ച് അടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആളുകൾക്ക് കേട്ടോ. അവര് യഥാർത്ഥത്തിൽ അടിക്കുന്നവന്മാര് ആണ് മറ്റവന്മാരെ കഴിയും ഈ അസാൻമാർഗീയ പ്രവൃത്തി ഉള്ളത്. ആ കുശുമ്പുണ്ടായി അടിക്കുന്നത് അല്ലാതെ നല്ല കാര്യത്തിനൊന്നും അല്ല. അടിക്കുന്നവർ തന്നെ അവിടെ വന്നു വല്ല വീട്ടിൽ കയറിപ്പോയി അവൻ തിരിച്ചിറങ്ങി അവനെ എടുത്തിട്ട് അടിക്കുക, അങ്ങനെയുള്ള ഇടപാടുണ്ടായിരുന്നു. അടിച്ച് കൊല്ലുന്നവരെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ഓർമ്മയുള്ള ഒരു കാര്യം, അത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അന്ന് അവിടെ വന്ന ഒരു മർഡർ കേസ് വന്നതാണ്. ഒരു വീട്ടില് ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന ഒരു വീട്, അതിന്റെ മുകളിലത്തെ നില അവിടെ ാണ് അവര് ഉറങ്ങുന്നത്. അപ്പൊ അവിടെ ഒരുത്തൻ വന്ന് കയറി, ഒരു ചെറുപ്പക്കാരൻ വന്ന് കയറിയതായിട്ട് അവിടെ ഉള്ള ചുറ്റുപാടുമുള്ള സാൻമാർഗിക പ്രവർത്തകരറിഞ്ഞു കേട്ടോ. അവര് ഇത് സന്മാർഗം സൂക്ഷിക്കുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സമൂഹമാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ ഇവിടെ കയറിയെന്ന് മനസ്സിലായി. ഇവൻ തിരിച്ചിറങ്ങി പോകാതിരിക്കാനായിട്ട് എല്ലാ പണിയും ചെയ്തു. അപ്പോൾ ഈ പാവം പിടിച്ചവൻ എന്താണെന്നറിയോ, ഇവൻ അവിടെ ചെന്ന് കയറിപ്പോയി. ഇവനില്ലേ അടിച്ചില്ലാത്ത വീണതുപോലെ ആയിപ്പോയി. അവനെ ഇറങ്ങിപ്പോകാൻ ഒരു മാർഗമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ആണ് അവിടെ ഒരു കാമുക് അടയ്ക്കാൻ വരാം. ഒരു കാമുക് ഈ വീടിന്റെ ആ ഭാഗത്തൂടെ ഇങ്ങനെ നിൽപ്പുണ്ട്, അടുത്ത് നിൽപ്പുണ്ട്. അവൻ അവിടെ മുകളിലത്തെ ഈ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനുള്ള ഒരു മാർഗം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റ് ഔട്ട് പോലുള്ള സ്ഥലം മുകളിലുണ്ട് കേട്ടോ, ബാൽക്കണി. ആ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് ഇവനെ ഈ പാവം പിടിച്ചവൻ ഈ അടയ്ക്കാമരത്തെ കയറി. അതിൽ നിന്ന് താഴെ ഇറങ്ങി അവൻ നേരെ താഴോട്ട് ഇറങ്ങി വന്നു. ഇല്ല കുരങ്ങി ഇറങ്ങുന്ന മാതിരി താഴോട്ട് വരികയാണ്. ഇറങ്ങി വന്നപ്പോ ഇവന്മാർ ഈ സാൻമാർഗീയ പ്രവർത്തകരെല്ലാം കൂടെ കൂടിയവന്മാർ ഈ അടയ്ക്കാമരത്തിന്റെ മൂട്ടിപ്പോയി നിന്ന് കേട്ടോ. ഇവനെ ഇങ്ങനെ എടുത്ത് ഇറക്കി അവിടെ ഇട്ട് അങ്ങ് ചവിട്ടി കൂട്ടി നശിപ്പിച്ച് അവനങ്ങ് മരിച്ചു. കൊലക്കേസിൽ പ്രതികളുമായി. ഇവിടെ അവനെ പിടിച്ചിട്ട് അത് പോലീസ് റിപ്പോർട്ട് ചെയ്യോ അത് പോലീസുകാരാക്കിയോ ഒക്കെ ചെയ്താൽ നമ്മൾ മതിയായിരുന്നു. അതിന് പകരം അവനെ തല്ലിക്കൊന്നു. അങ്ങനെ വന്നു. അപ്പൊ ജനക്കൂട്ടം ഈ കൂടിക്കഴിഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മയക്കുമരുന്ന് വ്യാപനം തടയേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. കാരണം അത് സമൂഹത്തിനെതിരെയുള്ള ഒരു വലിയ കുറ്റകൃത്യമായിട്ട് തന്നെ ഇത് മാറും. പക്ഷേ അങ്ങനെയുള്ള ഒരുത്തനെ ചോദ്യം ചെയ്യുമ്പോഴോ, ചോദ്യം ചെയ്താൽ വേറെ വലിയ തകരാറുകളുണ്ട്. അപ്പൊ NDPS ആക്ട് അനുസരിച്ച് കേസെടുക്കണം. ഒരുത്തൻ്റെയും മയക്കുമരുന്നുണ്ട്, ബോധ്യമായി അവന്റെ കയ്യിലുണ്ടെന്ന്. നിങ്ങൾ അവന്റെ ഈ ബോഡി സെർച്ച് നടത്തി ഈ സാധനമൊക്കെ എടുത്തു വെച്ച് പോലീസിൽ കൊണ്ട് കൊടുത്താലുണ്ടല്ലോ, ആ കേസിന് ഒരു വിലയില്ല, അവനെ ശിക്ഷിക്കാൻ ഒക്കത്തില്ല അതിനകത്ത്. അതായത് NDPS ആക്ട് 50-ാം വകുപ്പ് അനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങൾ നടത്തണം. ഒരുത്തന്റെ ബോഡി സെർച്ച് നടത്തണമെങ്കിൽ അത് ആർക്കൊക്കെ നടത്താം, എങ്ങനെ നടത്താം, അവിടെ ഒരു ഗസറ്റഡ് ഓഫീസർ ഓഫ് എനി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 42, അതായത് 42-ാം വകുപ്പിൽ പറഞ്ഞേക്കുന്ന ആ വിഭാഗങ്ങളിലുള്ള ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ സാന്നിധ്യം അവന് ആവശ്യപ്പെടാം, അവന്റെ അടുത്ത് ചോദിക്കണം. അവൻ വേണ്ട സാന്നിധ്യം ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി വാങ്ങണം. അതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും അത് ചെയ്യേണ്ടത് ഒരു സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. കാരണം നല്ല വിലയുള്ള ഒരു സാക്ഷി കിട്ടും. ആ സാക്ഷിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം ഇവന്റെ വസ്ത്രം ഒക്കെ ബോഡി സെർച്ച് ചെയ്യാൻ. പക്ഷെ അതിന് പകരം നിങ്ങളെ അവനെ പിടിച്ച് അടിച്ച് എവന്റെ കയ്യിൽ എന്തോ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ നാട്ടെ മടിക്കുത്തിന്ന് ഇത് എടുത്തു കൊടുത്തു, മരുന്നെടുത്ത് കൊടുത്തു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല, അത് തെളിവാകത്തില്ല. അതൊരിക്കലും അത് നിങ്ങൾക്കെതിരെ തിരിയുന്നുള്ളതേ ഉള്ളൂ. കാരണം അവന്റെ പൊസഷൻ പ്രൂവ് ചെയ്യാൻ ഒരു മാർഗമില്ല. അപ്പോ അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയമനം പാലിക്കണം നിങ്ങൾ. അതായത് ഇങ്ങനെയുള്ള ഒരാളെ ഒരു സംശയാസ്പദമായ രീതിയിൽ കണ്ടു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളത് അറിയാം. നിങ്ങൾ അയാളെ വാച്ച് ചെയ്തു, അയാളുടെ ഇല്ലതുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ, പോലീസിന് വിവരം അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ അവർ വരും. വന്നിട്ട് നടപടിക്രമങ്ങൾ ഇവിടെ തടഞ്ഞു വെക്കാം. നിങ്ങൾക്ക് തടഞ്ഞു വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവന്റെ ബോഡി സെർച്ച് നടത്തണം.
എങ്കിൽ മാത്രമേ അവനെ കോടതി വഴി ശിക്ഷിപ്പിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങൾ അവന് 2 അടി കൊടുത്തു, അത് മിച്ചം. അവൻ നാളെ ഇറങ്ങി വീണ്ടും ഈ പണി ചെയ്യും. ഒരു കാര്യമില്ല. കാരണം ഈ കേസൊന്നും ശിക്ഷിക്കാൻ ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ആകരുത്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ നിർബന്ധമായിട്ടും അവനെ അവിടെ തടഞ്ഞു വെക്കുക. ആ തടഞ്ഞു വെക്കുന്ന ഒഫൻസ് ഒന്നും അല്ല കേട്ടോ. സാധാരണ ഒരാളെ നമ്മൾ തടഞ്ഞു വെച്ചാലേ റോങ്ഫുൾ റെസ്ട്രെയിന്റ്, റോങ്ഫുൾ കൺഫൈൻമെന്റ്, അതായത് ഒരാളെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ വെച്ച് കഴിഞ്ഞാൽ റോങ്ഫുൾ കൺഫൈൻമെന്റ് വരും. ആ റോങ്ഫുൾ ആണെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാളെ സംശയമുണ്ട്, നിങ്ങളത് അവിടെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, പോലീസ് വരുന്നവരെ നീ പോകണ്ട, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഒരുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഫൻസ് ഒന്നും ആവത്തില്ല. കാരണം ഉത്തമവിശ്വാസത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ഇവന്റെ കയ്യിൽ ഇതുണ്ട്, ഇവൻ ഇവിടെ വന്നേക്കുന്നത് ഇത് കച്ചവടത്തിന് വന്നേക്കാണ് എന്നുള്ളത് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ പോലീസ് വരുമ്പോൾ സെക്ഷൻ 50 കംപ്ലൈ ചെയ്തുകൊണ്ടുള്ള നടപടികൾ അവിടെ പൂർത്തിയാക്കും. അങ്ങനെ പൂർത്തിയാക്കിയാൽ ഇവന്റെ കയ്യിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അവന് ശിക്ഷയുണ്ട്. ഇപ്പോൾ 3 ക്വാണ്ടിറ്റി, ഒന്ന് സ്മോൾ ക്വാണ്ടിറ്റി, അടുത്ത ലാർജ് ക്വാണ്ടിറ്റി, പിന്നെ ഉള്ളത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. ഇത് ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടെങ്കിൽ വലിയ ശിക്ഷയാണ് വരുന്നത്. അതുപോലെ ലാർജ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല ശിക്ഷയുള്ളതാണ്. അതായത് 10 വർഷം മിനിമം 20 വർഷം വരെ കൊടുക്കാറുണ്ട കുറ്റങ്ങളാണ് ഇതൊക്കെ, തടവ് ശിക്ഷ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. അതിന് ഒരാളെ ശിക്ഷിച്ചാൽ ഇവനൊക്കെ അങ്ങ് അകത്ത് കിടന്നോട്ടെ, അതാണ് നല്ലത്. അത് കിടന്നാൽ ഇവർ പരമ പോലും കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് കിടക്കുന്നവന്, ഈ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കുന്നവന് പരവണില്ല. അത് യഥാർത്ഥത്തിൽ മുമ്പാണെങ്കിൽ അത് അപ്പീൽ അവൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് പോലും ജാമ്യം കൊടുക്കാൻ ഒക്കത്തില്ല എന്നൊരു വകുപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് ഈ ജാമ്യം കൊടുക്കാനുള്ള ആ പവറിനെ കറക്റ്റൈൽ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രൊവിഷൻ ഇല്ല. ചിലപ്പോൾ അവന് അപ്പീൽ കൊടുത്ത് അവന് ജാമ്യമൊക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കും. പക്ഷേ അവന്റെ പ്രീവിയസ് കോണ്ടാക്ട്, മുമ്പ് അവന് വേറെ വല്ല ആന്റിസിഡൻസ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടേ കോടതിയും ജാമ്യം കൊടുക്കുള്ളൂ. അല്ലാതെ ജാമ്യം ഒന്നും വെറുതെ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെയുള്ള കേസിനകത്ത്. ബുദ്ധിമുട്ടാണ്. ചെറിയ ക്വാണ്ടിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം, അല്ലെങ്കിൽ ജാമ്യം ഒന്നും എളുപ്പമല്ല കിട്ടാൻ. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ പോലീസിനെ കൊണ്ട് വേണം പിടിപ്പിക്കാൻ. അതിന് പോലീസിനെ അലർട്ടാക്കുന്ന ഒരു ജോലിയാണ് സമൂഹത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. നിങ്ങൾ റോന്തൊക്കെ ചുറ്റിക്കോളൂ, നിങ്ങൾ നോക്കണം. കാരണം ആവശ്യമില്ലാതെ ഒരു അവിടെ വരുന്നു, എന്തിനിവിടെ വന്നു, നീ എന്തിനാ വന്നത്? അത് ഞാൻ ചുമ്മാ എവിടെ കാണാം, ഞാൻ എൻ്റെ ബന്ധുവിനെ കാണാം. അങ്ങനെ ബന്ധു ഉണ്ടാവും, പറയുന്നത് ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ പറഞ്ഞയക്കാം. നിങ്ങൾക്ക് അവന് ചോദിക്കാം, നിങ്ങളുടെ കാരണം നിങ്ങൾ താമസിക്കുന്നതിനടുത്ത് വരുന്നു വന്ന് ആവശ്യമില്ലാതെ വന്ന് കയറിയാൽ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചോദിക്കാം. പക്ഷേ അത് നമ്മൾ നിയമം കയ്യിലെടുത്ത് ഇവരെ തല്ലിക്കൊല്ലുന്ന വിധത്തിലുള്ള നടപടി ആവരുത്. ഇതിന് എന്താ കാര്യം എന്നറിയോ? ഇവിടെ അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്ന് പറയുമല്ലോ. കാരണം ചിലർ പറയും, ഒരു വിഭാഗം പറയും, അയ്യോ എന്തായാലും അമ്മയല്ലേ, ഈ അമ്മയെ അടിച്ചത് വളരെ മോശമായി, ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ, നൊന്ത് പ്രസവിച്ച അമ്മയല്ലേ എന്ന് പറയും. പക്ഷെ വേറെ കുറെ അമ്മമാർ എന്ത് പറയുന്നറിയോ? അമ്മയുടെ കയ്യിലിരിപ്പിന് 2 കിട്ടിയത് നന്നായി എന്ന് പറയുന്നവരും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇവന് പാകം നിൽക്കാനുള്ള ആളുകളുണ്ട്. ഇവന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവന്റെ കൂട്ടാളികളോ ഒക്കെ അവനെ നിങ്ങൾക്ക് എന്തോ ആ കാര്യം ഇത് ചോദിക്കാൻ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരാനുണ്ട്. അത് കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അവനെ ഒന്നും പറയുന്നില്ല. പോലീസ് വരട്ടെ, അവർ പരിശോധിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞങ്ങൾ അവനൊന്നും ചെയ്യുന്നില്ലല്ലോ, അവൻ പോകണ്ട, പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഒരു കുഴപ്പമില്ല ഈ ചെയ്യുന്നതിന്. അത് ഉത്തമവിശ്വാസത്തോടുകൂടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഓഫൻസ് ആവത്തില്ല. പക്ഷേ ചുമ്മാ ഒരുത്തനെ പിടിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. റോങ്ഫുൾ റെസ്ട്രെയിന്റ് വരും, റോങ്ഫുൾ കൺഫൈൻമെന്റ് വരും. റോങ്ഫുൾ കൺഫൈൻമെന്റ് ഒക്കെ നല്ല ശിക്ഷയുള്ളതാണ്. റോങ്ഫുൾ റെസ്ട്രെയിന്റിന് അത്രത്തോളം നീ ഇതിലേ പോകണ്ട എന്ന് പറഞ്ഞാൽ റോങ്ഫുൾ റെസ്ട്രെയിന്റ് ഇതേ കുഴപ്പമില്ല. പക്ഷെ എങ്ങോട്ട് നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്ന കൺഫൈൻമെന്റ് ആണ്. മറ്റേത് റെസ്ട്രെയിന്റ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉത്തമവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതൊരു ഒഫൻസ് ആകുന്നില്ല ഒരിക്കലും. അതാണ് നമ്മൾ നോക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും.